സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സർവശക്തനായ സ്രഷ്ടാവിൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നമ്മിൽ വർഷിക്കുമാറാകട്ടെ. അവൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ സമന്വയിച്ചിട്ടുള്ള ഒരു സമ്മേളനമാണിത്. നിർഭയത്വം തൗഹീദിലൂടെ എന്ന പ്രമേയത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ഔപചാരികമായി സമാപനം കുറിക്കുന്ന, പരിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമായും മനഃപ്പാഠമാക്കിയിട്ടുള്ള മുഹമ്മദ് റിസാൽ എന്ന കുഞ്ഞിനെ അനുമോദിക്കുന്ന ഈ പ്രദേശത്തിന് ഇസ്ലാമികമായ വിജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുന്നതിന് വേണ്ടിയുള്ള മദ്രസയുടെ ഔപചാരികമായ ഉദ്ഘാടനവും കൂടി നടന്നിട്ടുള്ള ഒരു സമ്മേളനമാണ്. തീർച്ചയായും ഈ പ്രദേശത്തെ നന്മയാഗ്രഹിക്കുന്ന, ധർമ്മത്തെപ്പറ്റി ചിന്തിക്കുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങളും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ പുതിയ ഒരു കാര്യം ഈ സമൂഹത്തിൻ്റെ മുമ്പാകെ പറയുന്നില്ല. കാലങ്ങളായി, നൂറ്റാണ്ടുകളായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചെയ്യുന്നത്. നാം ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ, പരിശുദ്ധമായ വേദഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യ സമൂഹം ധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്ക്, ശരിയിൽ നിന്ന് തെറ്റിലേക്ക്, നന്മയിൽ നിന്ന് തിന്മയിലേക്ക്, ഏകദൈവ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ബഹുദൈവ വിശ്വാസത്തിൻ്റെ കൂരിരുട്ടിലേക്ക്, ബഹുമുഖമായ അധാർമിക പ്രവർത്തനങ്ങളിൽ നിരന്തരമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പ്രവാചക പ്രഭുക്കൾ നിയോഗിതരായിട്ടുണ്ട്. മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള, സന്തോഷവാർത്ത അറിയിക്കുന്ന, താക്കീത് നൽകുന്ന പ്രവാചകന്മാർ വന്നുപോയിട്ടുണ്ട്. അവർ ദൈവികമായ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയും സമൂഹത്തെ സത്യത്തിലേക്ക്, ധർമ്മത്തിലേക്ക്, നന്മയിലേക്ക്, തൗഹീദിലേക്ക്, ഏകദൈവ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലേക്ക്, ആ വെളിച്ചത്തിൻ്റെ മാർഗത്തിലുള്ള വിഭിന്നങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ആനയിച്ചതായി ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക ശൃംഖലക്ക് അന്തിമം കുറിച്ച് വന്നിട്ടുള്ള പ്രൗഢോജ്വലമായ വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവ്യ ദൗത്യവുമായി സമൂഹത്തിന് മുമ്പാകെ വന്നിട്ടുണ്ടായിരുന്ന സാഹചര്യം, സന്ദർഭം എന്ന് പറയുന്നത് വളരെയധികം തമസ്സ് മുറ്റിയ ഒരു സാഹചര്യമായിരുന്നു. മനുഷ്യ വ്യക്തികൾ വ്യത്യസ്തമായ രൂപത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്ന, അക്രമത്തിൻ്റെ, അധർമ്മത്തിൻ്റെ, അധാർമികതയുടെ, അനാശാസ്യ പ്രവർത്തനങ്ങളുടെ മേഖലയിലൂടെ നിരന്തരമായി സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന
ഒരു കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനായിട്ടുള്ളത്. അധാർമികമായ പ്രവർത്തനങ്ങളിൽ ആപടിച്ചിട്ടുണ്ടായിരുന്ന ആ സമൂഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കിയാൽ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനുഷ്യ മനസ്സിനെ സംസ്കരിക്കുന്നതിന് വേണ്ടി പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതായിരുന്നു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു അത്രേ അക്ഷരജ്ഞാനമില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിച്ചയച്ചിട്ടുള്ളത്. ആ പ്രവാചകൻ അവർക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്തു കൊടുത്തു. അവരുടെ മനസ്സിനെ സംസ്കരിച്ചു. ആ സംസ്കരണത്തിന് സ്ഥായീഭാവം ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആനും ആ ഖുർആനിൻ്റെ ആശയങ്ങളുടെ സമ്പൂർത്തീകരണമായ വിശദീകരണമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അവർക്ക് ഹൃദയം കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഇതിനു മുമ്പ് അവർ സുവ്യക്തമായ വഴികേടിലായിരുന്നു. സമാനതകളില്ലാത്ത അധാർമികമായ പ്രവർത്തനങ്ങളിൽ ആപടിച്ചവരായിരുന്നു. പ്രഭാതത്തിൽ നുരച്ചു പൊങ്ങുന്ന മദ്യവും അടർക്കളത്തിൽ അടരാടാനുള്ള അഭിവാഞ്ചയും തണുപ്പേറിയ രാത്രിയിൽ അഴകാർന്ന പെണ്ണുമത്തുള്ള സുഗുണം പങ്കിടലുമില്ലാത്ത ജീവിതം അചിന്ത്യമാണെന്ന് ഈണത്തിൽ പാടിയിരുന്ന അറബികളിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നത്. പ്രവാചകൻ വന്നുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമാണ് നേരത്തെ വിശദീകരിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവർക്ക് പാരായണം ചെയ്തു കൊടുത്തു. അവരുടെ മനസ്സിനെ സംസ്കരിച്ചെടുത്തു. ആ സംസ്കരണത്തിന് സ്ഥായീഭാവം ഉണ്ടാകുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ആ വചനങ്ങളുടെ വിശദീകരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അവർ കൃത്യമായി വരച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആ പ്രവാചകൻ തന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം സമ്പൂർണ്ണമായും നിർവഹിച്ചതിന് ശേഷം ഹജ്ജത്തുൽ വദാഇൽ തൻ്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിൽ പറഞ്ഞു, ഞാനിതാ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ സമ്പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം ഞാനിതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്നു മാത്രമല്ല, തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. ഞാനിതാ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുവെച്ചു പോകുന്നു. അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴി പിടയ്ക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും ആ ഖുർആനിൻ്റെ വിശദീകരണമായ എൻ്റെ ചര്യയുമാകുന്നു. ഈ രണ്ട് പ്രമാണങ്ങളും നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴി പിടച്ചു പോവുകയില്ല. ഈ രണ്ട് പ്രമാണങ്ങളുമല്ലാത്ത മറ്റേതിനെ നിങ്ങൾ മുറുകെ പിടിച്ചാലും നിങ്ങൾ വഴി പിടച്ചു പോകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വഴി പിടച്ചു പോകാതിരിക്കണമെങ്കിൽ, ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ നിങ്ങൾ ഖുർആനും സുന്നത്തും നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് അണച്ചു പിടിക്കണം, നിങ്ങൾ മുറുകെ പിടിക്കണം. അവ രണ്ടും മുറുകെ പിടിച്ചുകൊണ്ടും ജീവിതത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴി പിഴച്ചു പോവുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മനുഷ്യ സമൂഹം അധാർമികമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി എടുക്കുവാനുള്ള വജ്രായുധങ്ങളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ട് പ്രമാണങ്ങളെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമകാലിക സാഹചര്യത്തിലും വ്യത്യസ്തമായിട്ടുള്ള അധാർമികമായ പ്രവർത്തനങ്ങളിൽ മനുഷ്യൻ അബദ്ധസഞ്ചാരം നടത്തുന്ന ആധുനിക കാലഘട്ടത്ത് മനുഷ്യ സമൂഹത്തെ സംസ്കരിക്കുവാനും മനുഷ്യ സമൂഹത്തെ നേർവഴിയിലൂടെ നയിക്കുവാനും മനുഷ്യ സമൂഹത്തെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് ആനയിക്കുവാനും നമ്മുടെ മുമ്പിലുള്ള ആയുധം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും തന്നെയാണ്. ആ ഖുർആൻ നമുക്ക് മുമ്പാകെ പഠിപ്പിക്കുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ള പ്രമേയം മനുഷ്യൻ അവൻ്റെ വ്യക്തിത്വം ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. ആകാശഭൂമികളിൽ വ്യാപിച്ചു കിടക്കുന്ന അനന്തകോടി ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളിൽ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സവിശേഷമായ ഒരു അസ്തിത്വമുണ്ട്. ആ അസ്തിത്വം എന്താണ് എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിനിധാനം ചെയ്യുവാൻ മനുഷ്യന് സാധ്യമാകണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ മാനവതയുടെ മുമ്പാകെ സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം. വലഖദ് കർറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത് വഫളൽനാഹും
അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ലീലാ, തീർച്ചയായും ആദമിൻ്റെ സന്തതിയെ, ആദമിൻ്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. കരയിലും കടലിലും നാം അവരെ വാഹനത്തിൽ വഹിച്ചിരിക്കുന്നു. നമ്മുടെ സൃഷ്ടികളിൽ മിക്കതിനേക്കാളും മനുഷ്യന് നാം ശ്രേഷ്ഠത കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഈ ശ്രേഷ്ഠതക്കുള്ള അടിസ്ഥാനപരമായ കാരണം? ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ജീവി മനുഷ്യനാണോ? ഏറ്റവും കൂടുതൽ കേൾവിശക്തിയുള്ള ജീവി മനുഷ്യനാണോ? ഏറ്റവും കൂടുതൽ ക്രാണശക്തിയുള്ള ജീവി മനുഷ്യനാണോ? ഏറ്റവും കൂടുതൽ കായിക ബലമുള്ള ജീവിയും മനുഷ്യനാണോ? ഏറ്റവും കൂടുതൽ ഭാരം ചുമക്കുവാൻ കഴിവുള്ള ജീവിയും മനുഷ്യനാണോ? ഏറ്റവും കൂടുതൽ കായിക ശക്തി നൽകപ്പെട്ടിട്ടുള്ള ജീവിയും മനുഷ്യനാണോ? തീർച്ചയായുമല്ല. ഇവയിലെല്ലാം മനുഷ്യനേക്കാൾ ഒട്ടധികം കഴിവുകളുള്ള, മികവുകളുള്ള ഒട്ടധികം ജീവിവർഗങ്ങളുണ്ട്. ഒരു കഴുകന് മനുഷ്യന് കാണുന്നതിനേക്കാൾ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ കാണുവാൻ സാധിക്കും. ആകാശ സീമകളിൽ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന ചില കൊച്ചുകുരുവികൾക്ക് ഭൂമിക്കടിയിലൂടെ സഞ്ചരിക്കുന്ന വിരകളെ ദർശിക്കുവാനുള്ള കഴിവുകളുണ്ട് എന്ന് പക്ഷിശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തുന്നു. പൂച്ചയുടെ കാഴ്ചശക്തി, മത്സ്യത്തിൻ്റെ കാഴ്ചശക്തി നമുക്കാർക്കുമില്ല. ഒരു മനുഷ്യൻ്റെ നാസികയുടെ തുഞ്ചത്ത് മണത്തറിയാൻ സഹായിക്കുന്ന 50 ലക്ഷം രാസാഗ്രാഹികളുണ്ട് എന്നാണ്. എന്നാൽ ഒരു നായയുടെ നാസികയുടെ തുഞ്ചത്ത് ഒരു ചതുരശ്ര സെന്റിമീറ്ററിൽ മാത്രം 40 ലക്ഷം രാസാഗ്രാഹികളുണ്ട്. ഒരു സ്രാവിൻ്റെ നാസികയുടെ തുഞ്ചത്ത് മണത്തറിയാൻ സഹായിക്കുന്ന രാസാഗ്രാഹികൾ ഒരു ചതുരശ്ര സെന്റിമീറ്ററിൽ മാത്രം 200 ലക്ഷമുണ്ട്. ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു 9 ടൺ ഭാരം ചുമക്കുവാൻ ഒരാനയ്ക്ക് സാധ്യമാകും. തൻ്റെ ഭാരത്തിൻ്റെ 1000 മടങ്ങ് വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന സൂക്ഷ്മജീവികളുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. കായിക ബലത്തിൽ ആനയെ പരാജയപ്പെടുത്താൻ, സിംഹത്തെ പരാജയപ്പെടുത്താൻ, നരിയെ പരാജയപ്പെടുത്താൻ ഒന്നും തന്നെ മനുഷ്യന് സാധ്യമല്ല. പക്ഷേ നാം ധൈര്യപൂർവ്വം പറയുന്നു, മനുഷ്യനാണ് ഉത്കൃഷ്ടൻ. നാം പറയുക മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തിരുവചനങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, മനുഷ്യ നീ ആദരിക്കപ്പെട്ടവനാണ്. ആകാശ ഭൂമികളിൽ വ്യാപിച്ചു കിടക്കുന്ന അനന്തകോടി ജീവജാലങ്ങളിൽ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും നൽകപ്പെട്ട സിദ്ധികളുടെ കഴിവുകളുടെ ഗുണമേന്മ കൊണ്ടും നീ തന്നെയാണ് ഉത്കൃഷ്ടൻ. എന്താണ് ആ ഉത്കൃഷ്ടതക്കുള്ള അടിസ്ഥാനപരമായ കാരണമെന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഈ പറയപ്പെട്ട മുഴുവൻ മേഖലകളെയും, മുഴുവൻ സിദ്ധികളെയും, മറ്റു ജീവജാലങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള മുഴുവൻ കഴിവുകളെയും മറികടക്കാൻ സാധിക്കുന്ന, നിഷ്പ്രഭമാക്കാൻ സാധിക്കുന്ന മേധാശക്തി കൊണ്ട്, ബുദ്ധിശക്തി കൊണ്ട്, ചിന്താശക്തി കൊണ്ട്, വിവേചന ശക്തി കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടു എന്നതാണ് മനുഷ്യന് ഉത്കൃഷ്ടമായ പദവി നൽകുവാനുള്ള അടിസ്ഥാനപരമായ കാരണം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവന് സവിശേഷമായി നൽകിയിട്ടുള്ള ഈ ബുദ്ധിശക്തി അവൻ പ്രയോജനപ്പെടുത്തിയേ പറ്റും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, മനുഷ്യരിൽ 2 വിഭാഗം ആളുകളുണ്ട്. ഒരു വിഭാഗം ആളുകൾ ഈ പ്രകൃതിയെ ശരിയാവിധം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഈ പ്രകൃതിയിലുള്ള വിഭവങ്ങൾ തങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ശരിയാവിധം ഉപയോഗപ്പെടുത്തുന്ന, പ്രയോജനപ്പെടുത്തുന്ന വ്യക്തിത്വങ്ങളാണ്. എന്നു മാത്രമല്ല, അവർ നിരന്തരമായി അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതോടൊപ്പം അനുഗ്രഹദാതാവിനെ സംബന്ധിച്ച് അനുസ്മരിക്കുകയും അവന് കീഴ്പ്പെട്ട്, അവന് വഴിപ്പെട്ട്, അവനെ വണങ്ങിക്കൊണ്ട് തങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുകയും ചെയ്യുന്നവരാണ്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അവർ നിന്നും ഇരുന്നും കിടന്നും അല്ലാഹുവിനെ നിരന്തരമായി അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ശരിയാംവിധം അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു, ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില, അല്ലാഹുവേ ഇതൊന്നും തന്നെ നീ വെറുതെ സൃഷ്ടിച്ചിട്ടുള്ളതല്ല, ഇതെല്ലാം നീ ഉണ്ട് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള സാക്ഷ്യങ്ങളാണ്. അനന്തവിശാലമായ ആകാശം നാദാ നീ ഉണ്ട് എന്നുള്ളതിന് സാക്ഷ്യമാണ്. പ്രവിശാലമായ ഭൂമി നാദാ നീ ഉണ്ട് എന്നുള്ളതിനുള്ള സാക്ഷ്യമാണ്. മനുഷ്യ ദൃഷ്ടികളെ കൊണ്ട് കാണുവാൻ കഴിയാത്ത സ്തംഭങ്ങളാൽ പടുത്തുയർത്തിയത്, ആകാശത്തെ പടുത്തുയർത്തിയിട്ടുള്ളത് നാദാ നീ തന്നെയാണ്.
പ്രവിശാലമായ ഭൂമി, ഉരുണ്ട ഭൂമി മനുഷ്യന് ജീവിക്കാൻ ഉപയുക്തമാം വിധം വിധാനിച്ചു തന്നിട്ടുള്ളത് നാഥ നീ തന്നെയാണ്. ഭൂമി മനുഷ്യരെയും കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി അടിയുറച്ച പർവ്വതങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് നാഥ നീ തന്നെയാണ്. ആകാശ ഭൂമികളിൽ കാണപ്പെടുന്ന അനന്തകോടി ജീവജാലങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതും ഭിന്നമായ അവയുടെ സൃഷ്ടിപ്പിനിടയിലും പാരസ്പര്യം നിലനിർത്തിക്കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ മുന്നോട്ട് നയിക്കുന്നത് നാഥ നീ തന്നെയാണ്. അതുകൊണ്ട് ഫഖിനാ അദാബന്നാർ, മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിലും ഞങ്ങൾക്ക് നീ രക്ഷ തരണമേ, സൗഖ്യം തരണമേ, സമാധാനം തരണമേ എന്ന് ആത്മാർത്ഥമായി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അവർ ആരാണ് എന്ന് ചോദിച്ചാൽ അല്ലദീന യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം വന്നാറു മത്വൽ ലഹും. അവർ സുഖിക്കുന്നവരാണ്. പ്രകൃതിയിൽ കാണപ്പെടുന്ന വിഭവങ്ങളെ അവർ ആനന്ദത്തോടുകൂടി, ആമോദത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി ഉപയോഗപ്പെടുത്തുന്നവരാണ്. നാൽക്കാലികൾ തിന്നുന്നത് പോലെ അവർ തിന്നുകയും ചെയ്യുന്നു. വന്നാറു മത്വൽ ലഹും, നരകമത്രേ അവരുടെ സങ്കേതം. കേവലം നാൽക്കാലികൾ ഉപയോഗിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന മുഴുവൻ വസ്തുക്കളെയും ഉപയോഗിക്കുകയും അത് നൽകിയിട്ടുള്ള രക്ഷിതാവിനെ സംബന്ധിച്ച് ആലോചിക്കാതിരിക്കുകയും ചെയ്യുന്നവർ. അവർ മൃഗങ്ങൾ തിന്നുന്നത് പോലെ അവർ തിന്നുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ മുമ്പിലുള്ള മൃഗങ്ങൾ അവയ്ക്ക് നാം എന്തു കൊടുത്താലും അത് ഭുജിക്കും. അതിൻ്റെ പിന്നിലുള്ള ശക്തിയെ സംബന്ധിച്ച് തനിക്കിതെങ്ങനെ ലഭ്യമായി എന്നതിനെ സംബന്ധിച്ച് ഒരു മൃഗവും ആലോചിക്കുന്നില്ല, ഒരു മൃഗവും ചിന്തിക്കുന്നില്ല. ഇതേ പ്രകാരം തങ്ങൾക്ക് ലഭ്യമാകുന്ന വസ്തുക്കളെ, ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന അസംഖ്യം വസ്തുക്കളെ തങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി മാത്രമല്ല അതിനപ്പുറവും ചൂഷണം ചെയ്യുന്ന ആളുകളാണ് അവർ. എന്നിട്ടോ ആരാണ് ഈ പ്രപഞ്ചത്തെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചും ആരാണ് അനവരതമായി, അനുസ്യൂതമായി, അവിരാപമായി, അതുല്യമായി അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാതിരിക്കുന്നവരാണവർ. തീർച്ചയായും ആലോചിക്കാതിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്ത്യനാളിൽ വരാനിരിക്കുന്നത് ഭയാനകമായ ശിക്ഷയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വചനത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് മനുഷ്യനാണ് എന്ന് പറയാൻ സാധ്യമാകണമെങ്കിൽ, ആദരണീയത എന്ന പദവിക്ക് അർഹത നേടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയിട്ടുള്ള ബുദ്ധിശക്തിയെ ശരിയാം വിധം പ്രയോജനപ്പെടുത്തണം. അങ്ങനെ പ്രയോജനപ്പെടുത്താത്ത വ്യക്തി സൂചിപ്പിക്കപ്പെട്ടതുപോലെ മൃഗമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അദൽ വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് എന്നാണ് വചനത്തിന്റെ തുടക്കം. നരകത്തിന് വേണ്ടി മനുഷ്യരിൽ നിന്നുള്ള, ജിന്നുകളിൽ നിന്നുള്ള ധാരാളക്കണക്കിന് ആളുകളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. അവർക്ക് കണ്ണുണ്ട്, കണ്ണുകൊണ്ടവർ കാണുന്നില്ല. കാതുണ്ട്, കാതുകൊണ്ടവർ കേൾക്കുന്നില്ല. ബുദ്ധി കൊണ്ടവർ ചിന്തിക്കുന്നില്ല. അവർ മൃഗങ്ങളെക്കാൾ പിഴച്ചവരാണ്. മൃഗങ്ങൾ കാണുന്നതിനപ്പുറം കാണാൻ നമുക്ക് സാധ്യമാകണം. മൃഗങ്ങൾ കേൾക്കുന്നതിനപ്പുറം കേൾക്കാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സവിശേഷമായി നൽകിയിട്ടുള്ള അനന്യമായ ബുദ്ധിശക്തിയെ ശരിയാം വിധം പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാകണം. പ്രപഞ്ചമാകുന്ന ഈ പുസ്തകത്തെ ശരിയാം വിധം പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മോക്ഷത്തിൻ്റെ മാർഗദർശനമായി നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള പരിശുദ്ധ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിനെയും ശരിയാം വിധം പാരായണം ചെയ്യുവാൻ, ആ ഖുർആനിൻ്റെ ആശയങ്ങളുടെ സമ്പൂർത്തീകരണമായ, വിശദീകരണമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സംബന്ധിച്ചും ശരിയാം വിധം പഠിക്കുവാൻ നമുക്ക് സന്നദ്ധമാകണം. സുബ്ഹാനഹു വ തആല നമുക്ക് സവിശേഷമായി നൽകിയിട്ടുള്ള ബുദ്ധിശക്തി ശരിയാവിധം പ്രയോജനപ്പെടുത്തി പ്രപഞ്ചമാകുന്ന പുസ്തകത്തെ നിരന്തരമായി നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. മോക്ഷത്തിൻ്റെ മാർഗദർശനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള, മാനവ സമൂഹത്തിന് അവതരിപ്പിച്ചു തന്നിട്ടുള്ള പരിശുദ്ധ ഖുർആനും ആ ഖുർആനിൻ്റെ ആശയങ്ങളുടെ വിശദീകരണമായ, സമ്പൂർത്തീകരണമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നിരന്തരമായി നാം പഠിച്ചുകൊണ്ടിരിക്കണമെന്നതാണ്. അതാണ് നമ്മുടെ രക്ഷയ്ക്കുള്ള ഏകമായിട്ടുള്ള അവലംബം എന്നതാണ്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ ഇരു പ്രമാണങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് സച്ചരിതരായ സലഫിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഇസ്ലാമിക പ്രബോധന സംസ്കരണ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ട് നിർവഹിക്കുന്നത്. ഈ പ്രദേശത്ത് അതിൻ്റെ ഭാഗമായി ഇന്ന് ഉദയം ചെയ്തിട്ടുള്ള, ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ മദ്രസ
തീർച്ചയായും ഈ ഇരു പ്രമാണങ്ങളെയും പ്രകാശിപ്പിക്കുന്നതായിരിക്കും. ആ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നവതലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഉദാത്തമായ ഉത്കൃഷ്ടമായ ഒരു കേന്ദ്രമായിരിക്കും. ഈ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒട്ടധികം ആളുകളുണ്ട്. നമ്മുടെ ഈ സ്ഥാപനം വളർന്നു വരുന്നതിന് വേണ്ടി നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള മൊയ്തു ഹാജിയെ പോലെയുള്ള ഒട്ടധികം ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നും നമ്മുടെ കൂടെ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ആരോഗ്യപരമായ അങ്ങേയറ്റത്തെ വിഷമങ്ങളുണ്ടെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് ഒരു ആരോഗ്യമുള്ള യുവാവിനെ പോലെ ഓടി നടന്നുകൊണ്ട് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് കോതമ്പ്ര അലി സാഹിബ്. ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജില്ലയിൽ പല ഭാഗത്തും ഇത് കൈയുടെ കൂടെ അദ്ദേഹം വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സമ്പൂർണ്ണമായിട്ടുള്ള ശമനം സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. കൂടുതൽ സന്തോഷത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി നമ്മുടെ കൂടെ ഈ തൗഹീദിൻ്റെ ജ്വാല സമൂഹത്തിൽ പ്രസരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ പ്രവർത്തിക്കുവാനുള്ള ആഫിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. അതേപ്രകാരം തന്നെയാണ് നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബും നിരന്തരമായി തുടക്കം മുതൽ മൊയ്തു ഹാജിയുടെ കൂടെ തന്നെ അദ്ദേഹവും ഉണ്ടായിട്ടുണ്ട്. അന്ന് പ്രവർത്തിച്ചതുപോലെ തന്നെ ഇപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നുണ്ട്. അദ്ദേഹത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവരുടെയും സൽപ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ പ്രദേശത്തും തൗഹീദിൻ്റെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾക്ക് നാനാവിഭാഗം ആളുകൾക്കുള്ള ഒരു അഭയകേന്ദ്രമായി നമ്മുടെ സ്ഥാപനം മാറുമാറാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പരിപൂർണമായും മനഃപ്പാഠമാക്കിയിട്ടുള്ള മുഹമ്മദ് റിസാൽ എന്ന മോനും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉയരങ്ങളിലെത്തുവാൻ അല്ലാഹു സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കും വിരാമം കുറിക്കുന്നു.